കോവിഡിന് സമാനമായ ഒരു വൈറസ് ചൈനയിൽ തീ പോലെ പടരുകയാണെന്നും ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞു കവിഞ്ഞെന്നുമുള്ള കഥകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി. ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് അഥവാ HMPV ചൈനയിൽ പടർന്നു പിടിക്കുന്നെന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചൈന ഇതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. ചൈനയിൽ വൈറസ് പടർന്നതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങൾ കർശന ജാഗ്രതയിലാണ്. സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യ ലോകാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി അസാധാരണമായി കണക്കാക്കാനാവില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്താണ് HMPV? ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അണുബാധയാണിത്. ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് HMPVക്കും സാധാരണയായി ഉണ്ടാവുക. കഫക്കെട്ട്, പനി, ശ്വാസതടസ്സം, മൂക്കടപ്പ്, തൊണ്ടവേദന എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും കാരണമാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്തേക്കാം. 3 മുതൽ 6 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരിയഡ്. ഇതൊരു പുതിയ വൈറസ് അല്ല. 2001 മുതൽ ഈ വൈറസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നെതർലൻഡ്സിലാണ് ആദ്യമായി ഇതിനെ കണ്ടെത്തിയത്. സാധാരണ വെറും ജലദോഷമായി മാത്രം വന്നുപോകുന്ന ഒരു രോഗമാണിതെങ്കിലും 5 വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിലും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും ഗുരുതര രോഗാവസ്ഥ ഉള്ളവരിലും ചിലപ്പോൾ ഈ രോഗം ഗുരുതരമായേക്കാം. അതിവേഗത്തിൽ പടരാൻ കഴിവുണ്ട് എന്നതാണ് ഈ വൈറസിനെ ഭയപ്പെടാനുള്ള കാരണം. കഴിഞ്ഞ വർഷം US-ലും ജർമ്മനിയിലും ഈ വൈറസ് ബാധ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് ചൈനയിൽ കൂടുതൽ ആളുകളെ ബാധിച്ചിട്ടുണ്ട്. ജനസംഖ്യ കൂടുതലുള്ള രാജ്യമായതിനാൽ തന്നെ രോഗബാധിതരുടെ എണ്ണവും ചൈനയിൽ കൂടുതലാണ്. സാധാരണ ശ്വാസകോശ രോഗങ്ങളെ പോലെ തണുപ്പ് കാലത്ത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായി ബാധിക്കുക. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല. രോഗം ബാധിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നു. രോഗം ബാധിച്ചവർ ചുമക്കുകയോ തുമ്മുകയോ വഴി രോഗം പടരാം. വൈറസിന്റെ സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതും രോഗബാധയുണ്ടാക്കും. കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നിവയാണ് ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. ചൈനയുടെ ബയോബോംബ്, ചൈന ലബോറട്ടറിയിൽ നിന്ന് ചാടിപ്പോയ വൈറസ് തുടങ്ങിയ കഥകളൊന്നും ശരിയല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ചൈന വൈറസ് അല്ല. പല രാജ്യങ്ങളിലും ഇതിന്റെ സാന്നിധ്യമുണ്ട്. അത് തീവ്രമായി പടരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനു മുമ്പേ പേടിച്ചു പനിക്കേണ്ട കാര്യമില്ല.